മാവുണ്ടയ്ക്കാണ് 1.5 കിലോ അരിക്ക് 3 തേങ്ങ തിരുമ്മിക്കഴിഞ്ഞു. തിരുമുന്ന കൂട്ടത്തിൽ ചെറിയ തേങ്ങയുടെ പൊടിയെല്ലാം കിടപ്പുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞേക്കണം. പിന്നീട് എടുത്ത് കളയാൻ വലിയ പാടായിരിക്കും. കഴിവോട് നോക്കി എടുത്ത് കളഞ്ഞേക്കണം. 1.5 കിലോ അരിക്ക് 3 തേങ്ങ. 1.5 കിലോ അരിയുടെ മാവുണ്ട ഉണ്ടാക്കാൻ പോവുകയാണ്. 3 തേങ്ങായി തിരുമി 1.5 കിലോ അരി പൊടിച്ചു. അതിനി ചരുവം ചൂടായി. ഇനി അത് ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. തേങ്ങയും 1.5 കിലോ അരിയാണ്. 3 തേങ്ങയും 1.5 കിലോ അരിയും പൊടിച്ചു മിക്സ് ചെയ്താണ്. ഇനി അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിലേ ഇട്ട് കൊടുക്കാവും. ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പറ്റി പിടിക്കല്ലേ. പറ്റി പിടിച്ച് കഴിഞ്ഞാൽ വങ്ങിപ്പോവും. അതുപോലെ വലിയ കട്ടയൊക്കെ ഉള്ളതെങ്കിൽ ഇങ്ങനെ പിടിച്ച് കൊടുക്കണം. ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. റോസ് കളർ ആവുന്ന വരെ ഇളക്കാതിരിക്കരുത്. ചെറിയ തീ ഇട്ട് കൊടുക്കുക. ചെറിയ തീ ഇട്ട് കൊടുക്കുമ്പോൾ മങ്ങിപ്പോത്തില്ല. താമസം എടുക്കും. 1.5 കിലോ അരിക്ക് 3 തേങ്ങയാണ് ഇട്ട് വയ്ക്കുന്നത്. മാവുണ്ടയ്ക്കാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് മാവുണ്ടയ്ക്കുള്ളത്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉരുന്നുള്ള ജീരകം കൂടെ ഇട്ടിട്ടുണ്ട്. ഇട്ട് ഇളക്കുന്നു. നല്ല റോസ് കളറാകുമ്പോൾ വാങ്ങണം. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ വങ്ങിപ്പോവുകയും ചെയ്യും. അടി പറ്റുകയും ചെയ്യും. ഇതുപോലെ ഇളക്കണം. ഇങ്ങനെ അവലോസ് പൊടിയായിട്ട് ഉപയോഗിക്കാം. മാവുണ്ടയ്ക്ക് ഉപയോഗിക്കാം. അതിന് ഉപയോഗിക്കാം. എല്ലാം റോസ് കളറായിട്ടില്ല. ചെറുതായിട്ട് റോസ് കളറായിട്ടുണ്ട്. നല്ലോണം റോസ് കളറാകുമ്പോൾ നമ്മൾ വാങ്ങി വെക്കും. അടിയൊന്നും പറ്റി പിടിച്ചിട്ടില്ല. കരിഞ്ഞിട്ടുമില്ല. ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ 3 തേങ്ങയും 1.5 കിലോ അരിയും നല്ല റോസ് കളറായി. ഞങ്ങൾ ഇനി ഇത് വാങ്ങി വെക്കാൻ പോവുക. വാങ്ങി വെച്ച് വേറൊരു പാത്രത്തിലോട്ടാക്കാൻ പോവുക. പാത്രത്തിലാക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ ഒരു കറക്കിയിട്ട് മാവുണ്ട ഉണ്ടാക്കും. അങ്ങനെ ശർക്കര അരിച്ചാണ് എടുക്കാവുക. നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങി ശർക്കര നമ്മളെപ്പോഴും പതിയൻ ശർക്കരയാണ് നല്ലത്. ലൂസ് ശർക്കര അതെപ്പോഴും നല്ലത്. മറ്റാണെങ്കിൽ പഞ്ചസാര ആയിരിക്കും. നമ്മൾ ഉണ്ട ഉരുട്ടി കഴിഞ്ഞാൽ ഒട്ടിയിരിക്കത്തില്ല. പൊടിഞ്ഞു പോകും. പെട്ടെന്ന് കട്ടിയായി പോകും. ഇതാകുമ്പം ലൂസ് ശർക്കരയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അതുപോലെ പതിയൻ ശർക്കര എന്ന് പറഞ്ഞാൽ മതി. വാങ്ങിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ അരിച്ചെടുക്കണം. അതിൻ്റെ ചിലപ്പോൾ ചിരട്ടക്കരിയും മറ്റെന്തെങ്കിലുമൊക്കെ കാണും. എന്നിട്ട് അരിച്ചെടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഏതാണ്ട് 1 കിലോ ശർക്കരയ്ക്കകത്ത് ഒരു അര കോപ്പ അല്ലെങ്കിൽ 1 കോപ്പ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് തിളപ്പിക്കുക. ചെറിയൊരു അതിൻ്റെ പ്രത്യേക ഒരു കുമ്പളയുണ്ട്. ആ കുമ്പള പൊട്ടി കഴിയുമ്പോൾ നമ്മൾ വാങ്ങി മിക്സ് ചെയ്ത് മാവുണ്ടയ്ക്കുള്ള മിക്സ് ചെയ്ത പൊടിക്കകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം പരുവാകുമ്പം ഉരുട്ടി എടുത്താൽ മതി. കാണിച്ചു തരാം. കണ്ടില്ലേ, ചെറിയ കുമ്പളയായി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുമ്പളയാകുമ്പോൾ വാങ്ങി വെക്കണം. അത് ഇച്ചിരി ഒഴിച്ചൊഴിച്ച് ഇളക്കിയാൽ മതിയായിരുന്നു. അതിൻ്റെ അകത്തോ കുറച്ച് കോര അതിൻ്റെ അകത്തോ. ഇതൊന്നും വേണ്ടായിരുന്നു. ആ പാത്രത്തിൽ ഇട്ട് ഇളക്കിയാൽ മതിയാണ്. ആ പാത്രത്തിൽ ഇത് മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ചൂടായതോ ഇത് ആ മതി.
അപ്പോൾ ശർക്കര കൂടുതലായതിന് വേണ്ടി കുറച്ച് കോരി മാറ്റുവാണ്. ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്ക ഇത്രയും പൊടിയിട്ട് ഒന്നിച്ച് ഇളക്കുവാണ്. അടുത്തത് മാവണ്ടിക്കുള്ള പൊടി മിക്സ് ചെയ്യുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്ത് 1.5 കിലോ പച്ചരിക്ക് 3 തേങ്ങയ്ക്കും സാധനത്തിലൂടെ 55 മാവുണ്ട കിട്ടി. ആണ് മാവുണ്ട ഉണ്ടാക്കേണ്ട രീതിയാണ് ഞാൻ കാണിച്ചത്.